ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി വീഡിയോകൾ എടുത്തിട്ട് ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. ഇപ്പം എന്നെ ചെയ്യണമെന്നൊക്കെ മറന്നേ പോയി വ്ളോഗ്. ഇപ്പം ഞാൻ ഹൈദരാബാദ് തിരിച്ചു വന്നിട്ടാണ്. 3 മാസം കേരളത്തിലെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം കുറേ നാളായപ്പോൾ വന്നിട്ട് ഇന്ന് 5-ാം തീയതി. ഞാൻ ആദ്യത്തെ ദിവസം വ്ളോഗ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഇന്നലെ ആണെങ്കിൽ ആകെ ഛർദിക്കലും പിന്നെ പതിവ് പോലെ ഞാൻ ആംബുലൻസിൽ ക്ലിനിക്കിലൊക്കെ ആയിരുന്നു. ഇന്നലെ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചായിരുന്നു, അതിനൊന്നും പറ്റിയില്ല. ആകെ ടയർഡായിപ്പോയി. പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെയാണ് ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെക്ടിക്കായിരുന്നു. 5 പീരീഡൊക്കെ അടുപ്പിച്ച് വിത്തൗട്ട് എ ലഞ്ച് ബ്രേക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ചേഞ്ച് ചെയ്യാൻ കൊടുത്തത് ഇപ്പോൾ കുറച്ച് ഓക്കെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കുളിച്ച് കോളേജിൽ ഇന്ന് 2 പീരീഡ് ഉള്ളൂ. അപ്പോൾ രാവിലെ പോവും, പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ഇടുന്ന ആളല്ല. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസറും പിന്നെ ചെറുതായിട്ട് വല്ല ഫൗണ്ടേഷനും കാര്യങ്ങളായിട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് അങ്ങനെ മുടിയൊക്കെ കെട്ടി അങ്ങനെ പോകാൻ റെഡിയാവുന്ന ടൈപ്പാണ്. ചിലപ്പോൾ എനിക്കൊന്നും റെഡി ആകാനേ മൂടുണ്ടാവില്ല. അപ്പം ഞാനൊന്നും ചെയ്യാണ്ട് പോവുകയും ചെയ്യും. നമ്മുടെ റൂമിൽ ഒരാൾ വന്നിട്ട് സോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ബട്ടറും ആയിരുന്നു. അവൾ സേമിയാണ് കഴിച്ചത്. സോ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ ഓട്ടപ്പാച്ചലാണ്, കാരണം ഞങ്ങൾ ലാസ്റ്റ് നിമിഷമാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ് രാവിലെ തന്നെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും ഹോസ്റ്റലിലേക്ക്, പിന്നെ എനിക്ക് ഉച്ചയായിരുന്നു പോകാം. എനിക്ക് ഇപ്പം കിട്ടിയ ക്ലാസ്സുകളൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ഒറ്റ ടീച്ചേഴ്സും നന്നായിട്ട് പഠിപ്പിക്കണമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ ക്ലാസ് വിട്ടിട്ട് എല്ലാവരും ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഹോസ്റ്റലിൽ 2 ലിഫ്റ്റുണ്ട്, അതിലൊരെണ്ണാണെങ്കിൽ ഇപ്പോൾ വർക്കിങ്ങും അല്ല. ഞാനങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കിടന്ന് വീഡിയോ ഒക്കെ എടുത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പോണ വഴി വല്ല ചോക്കോപ്പോയി ഇങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഞാനിങ്ങനെ നിലനിർത്താറ്. സോ ഇനി നമുക്ക് ചോക്കോപ്പോയി വാങ്ങിക്കാൻ പോവാം. സോ ഇതാണ് ഞങ്ങളുടെ ബ്രൂ കഫേയിലേക്കുള്ള വഴി. ഇതാണ് ബ്രൂ കഫേ. ഇവിടെ നിന്നാണ് ഞാൻ ചോക്കോപ്പായി ഒക്കെ വാങ്ങിക്കാറ്. ഇന്നത്തെ എൻ്റെ ലഞ്ച് ചോക്കോപ്പായി ആയിരുന്നു. അത് കഴിഞ്ഞ് അറ്റൻഡൻസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. രാത്രി മുട്ടക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് മുട്ടക്കറി നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് കുറേ കഴിക്കാറുണ്ട്. നമ്മളിപ്പോൾ ക്യാൻറ്റീനിലൊക്കെ വന്ന ഓരോ ചോക്കോബാറൊക്കെ വാങ്ങിച്ച് അത് കഴിക്കാൻ പോവാണ്. ഭയങ്കര ക്രേവിങ്സ് ഉണ്ട്. പീരിയഡ്സ് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിൻ്റെ മുന്നിൽ അങ്ങനെ ഐസ്ക്രീമും തിന്ന് ഇരിക്കുകയാണ്. പെപ്സിയാണ്. പെപ്സി സീറോ ഷുഗർ. നിന്റെ കൊച്ചു പോയില്ലേ? ആർക്കെങ്കിലും പ്രണയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക, ഇവനെ സമീപിക്കുക. സമീപിക്കുക. ഇവനെ കല്യാണാലോചന നോക്കുക എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇവളെന്നെ മൈൻഡിയാണ്ട് കയറി പോണു. ഭയങ്കര ദുഷ്ടാണ് അവള്. ബാക്കി വ്ളോഗ് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. നാളെ ബാക്കി വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉറക്കത്തേന്ന് ഇട്ടിട്ടുള്ളൂ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ഞാനിനി പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോവാം. ഇന്ന് നമുക്ക് ദോശയായിരുന്നു. ദോശയുടെ കൂടെ മസാല സാധനം കിട്ടും, അത് മാത്രമേ കഴിക്കാറ്. ഇവിടുത്തെ സാമ്പാറൊന്നും കഴിക്കാൻ കൊള്ളില്ല. ഞാനിപ്പോൾ ലഞ്ച് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ചെറുതായിട്ട് അങ്ങോട്ട് മറന്നുപോയി. പൂരിയും ഒരു കറിയുമായിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മതിയാക്കി. പിന്നെ ഒരു ബട്ടർ മിൽക്ക് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസൻ്റ്ലി എല്ലാ ദിവസവും പോലെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ അപർണയുടെ ഒരു വാങ്ങിയ ബുക്ക് പുറത്ത് ഏതിൻ്റെ ആമസോണിൽ നിന്ന് വരച്ചിട്ടുണ്ട് കുറച്ച് ബുക്സ് ഒക്കെ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് അയ്യോ ഞാൻ കളിച്ചല്ലേ അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേ മുൻപ് ഒരു ID കാർഡ് ചെക്ക് ചെയ്യണം. ID കാർഡ് ഉണ്ടോ ഇല്ലയോ. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ വേറെ ചെക്ക് ചെയ്യണം. അതെ ഈ വൃത്തിയായിട്ട കോളേജിൽ ആര് വരാനാ. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ പോയില്ല. ഞാനിവിടെ ഇരിക്കുക കാറ്റർപില്ലറിൽ. ഇന്ന് കാര്യമായിട്ട് ഒന്നും നടക്കാത്ത എൻ്റെ വൃത്തിയായിട്ടൊരു ബർത്ത്ഡേ ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. നാട്ടിൽ വന്നിട്ട് എൻ്റെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഇതന്നെയാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്ന ഉറപ്പായിരുന്നു. വോട്ടെവർ ഞാനപ്പോൾ വെച്ചു ഇനി ഒരു വൃത്തിയായിട്ട ഫ്രൈഡ് റൈസ് രാത്രി കഴിക്കണേക്കാട്ടും ഇവിടുത്തെ ഒന്നും കൊള്ളൂല കേട്ടോ, നാട്ടിലെ പോലെയല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും നല്ലത് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാക്കാസ് ഉണ്ട്, അവിടെ പോയി ബിരിയാണിയെങ്കിലും കഴിച്ച് തൃപ്തിപ്പെടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താ കുറേ വിഷസും മെസ്സേജസും ഒക്കെ കിട്ടി, അതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ അപ്പം ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. ഇവിടുത്തെ ബിരിയാണി ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ, കാണിച്ചു തരാം. ഇവിടുത്തെ മെസ്സിലെ ഫുഡ് മടുക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. കാക്കാസിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഇവിടുത്തെ കിട്ടുന്നത് കൂടെയാണ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കോളേജിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോവുകയാണ്. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി നല്ലായിരുന്നു, നമ്മൾക്ക് വയറ് നിറഞ്ഞു പോയി. പിന്നെ ബാക്കിൽ അവർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി നല്ല സുഖമായ ഉറക്കത്തിലേക്ക് നിദ്രയിലേക്ക് പോക്കുകയാണ്. സോ എൻ്റെ വ്ളോഗ് ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ പ്രത്യേകമായിട്ട് എൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്നും സംഭവിച്ചില്ല ഗൈസ്. ഒരു കേക്ക് പോലും മുറിക്കാൻ പറ്റിയില്ല. ആ ദുഃഖത്തോടെ, അതെ ആ ദുഃഖത്തോടെ ഞാൻ ബിരിയാണി കഴിച്ച് സന്തോഷമായിട്ട് ഇതാ വീട് വാങ്ങുന്നു. ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വേറൊരു വ്ളോഗായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ. ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. 2 നിഴലുകൾ നടന്നു വരുന്നു.